അപ്പോൾ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ ആൻഡ് 24 ന്യൂസിൻ്റെ എക്സ്ക്ലൂസീവ്. ഇതിലൊരു കോമഡി ഉണ്ട്. ഈ 24 ന്യൂസിൻ്റെ എക്സ്ക്ലൂസീവിൽ രാഹുൽ മാങ്കൂട്ടം BD സതീശനും കോൺഗ്രസ് പാർട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി കേട്ടില്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ക്ലിക്ക് ബൈറ്റ് ആക്കരുത്, ഇത് നിങ്ങൾ തമ്മിലാക്കരുത്. അവരത് കൃത്യമായിട്ട് അതന്നെ ആക്കി വെച്ചു. കുറേ പേരൊക്കെ ഹാഷ്മീനെ പിടിച്ച് എയർ കയറ്റുന്നുണ്ട് ഈ വിഷയത്തിൽ. അതായത് ഹാഷ്മി എന്തിന് ഇൻ്റർവ്യൂ എടുത്തു, 2 മിനിറ്റുള്ള ഹാഷ്മിയുടെ തീപ്പൊരി പ്രസംഗത്തിൽ ഹാഷ്മി എത്രയോ വട്ടം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ നരാധവനെ വലിച്ചു കീറിയതല്ലേ, നിങ്ങളുടെ ചാനലും നിങ്ങളും എന്തിനാണ് ഇവൻ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നവരോട് ഹാഷ്മിയുടെ ആ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഇൻ്റർഫിയർ ചെയ്യാൻ ഒരുപാട് ഹാഷ്മി ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, പക്ഷേ കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു സ്വയം വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിന് ഇങ്ങനൊരു സ്പേസ് ഒരാൾക്ക് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ അത് പല കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിരിക്കും. ഒരു ന്യൂസ് ചാനലിൻ്റെ റേറ്റിംഗ്, ഒരു ന്യൂസ് ചാനലിന് അവർക്ക് കിട്ടുന്ന ബ്രേക്കിംഗ് ന്യൂസ്, അവരുടെ ബിസിനസ് കൂടിയാണ് ഈ സംഗതി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അറിയാൻ താല്പര്യമുള്ളവർക്ക് ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചാനലിൽ കയറിയിരുന്ന് ഇങ്ങനെ അയാളുടെ പേഴ്സ്പെക്റ്റീവ് പറയാൻ പറ്റി എന്നുള്ളത് കൊണ്ട് നമുക്ക് അയാളുടെ കുറേ അധികം വീണ്ടുമുള്ള കള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയം നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ അങ്ങോട്ട് തുടങ്ങാം. രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ പറയുന്നു എന്നുള്ളതൊന്ന് കേൾക്കട്ടെ. പിഴച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല, ഞാൻ ഇതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ ലോങ് ഗ്യാപ്പ് എടുത്തിട്ടുമുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മൈ സൈലൻസ് ഇറ്റ്സെൽഫ് വാസ് ആൻ ഇമോഷണൽ മെസ്സേജ് എന്നാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാനായിട്ടുള്ളത്. ആദ്യ വിവാദം അതിനൊരു ഓഗസ്റ്റ് ഫേസിൽ എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കാമായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു, കാരണം ഞാനായി പറഞ്ഞു തുടങ്ങാൻ പാടില്ല. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞത് അത്രയും ഞാനത് ഇമോഷണലായിട്ട് തന്നെ വിശ്വസിച്ച ഒരാളാണ്. അപ്പോൾ അതങ്ങനെ തന്നെ വരട്ടെ, അവരാദ്യം വരട്ടെ. കാരണം എനിക്ക് യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയുമ്പോഴും ഞാൻ അവർ പറഞ്ഞതാണ് വിശ്വസിക്കാൻ ആഗ്രഹിച്ചത്. അവർ പറഞ്ഞതിന് ശേഷമേ ഞാൻ പറയുകയുള്ളൂ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൈലൻസ് ഉണ്ടായത്. എനിക്ക് തോന്നിയത് ആ പിഴച്ചു പോയത് ആ സൈലൻസ് ആണ്. പിഴച്ചതല്ലോ, നിങ്ങൾ പിഴപ്പിച്ചതല്ലേ മിസ്റ്റർ മാങ്ങാണ്ടി. അല്ല, ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയെ ഇനി എത്ര സ്വയം ഇരുന്ന് ഇയാൾ സ്വയം വെള്ളപൂശിയാലും, വേറെ ഇയാളെ സ്നേഹിക്കുന്നവർ ഇയാളെ വെള്ളപൂശാൻ ഇറങ്ങിയാലും, ഇയാളുടെ ഈ പ്രവർത്തികളുടെ ഗ്രാവിറ്റി 1, 2, 3 ഈ കേസായ വിഷയങ്ങളിൽ മാത്രം നിൽക്കുന്നതൊന്നുമല്ല. ഒരുപാട് ഇരകളുണ്ട്. ഇനി ഇതൊക്കെ ഇപ്പോൾ പഠിച്ചു വന്നിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാത്തിനും PR ഉണ്ട്. PRing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്തെ PRing സ്ട്രാറ്റജീസൊക്കെ നമ്മുടെ ചുറ്റും ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ചങ്ങായിക്ക് ഇത്രയും ടൈം, ഇയാൾ പറഞ്ഞത് എന്നാൽ ഇമോഷണൽ സാധനമാണ്, മനസ്സിലായോ? അത് അയാൾക്കൊരു ഇമോഷണൽ ഇതായിരുന്നു, അതുകൊണ്ട് അയാൾ മിണ്ടാതിരുന്നു. അയാൾ അപ്പുറത്ത് മറുഭാഗത്തുള്ളവരെ റെസ്പെക്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന ബ്ലണ്ടേഴ്സ് പൊട്ടിക്കാതിരിക്കുക മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം. നിങ്ങൾ വളരെയധികം സമയമെടുത്ത് നിങ്ങൾക്കെതിരെ വന്ന അലിഗേഷൻസിനെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്യാമെന്നുള്ളത് നല്ലൊരു PR ടീമിനെ വെച്ച്, നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ച്, നല്ല കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്ത് പഠിച്ച് വന്നിരുന്ന് നിങ്ങൾ ഈ സാധനം ഇവിടെ വിളമ്പിയതാണ്. നിങ്ങൾ ആദ്യ സമയങ്ങളിൽ തന്നെ നിങ്ങൾക്കെതിരെ കേസോ കൂട്ടോ കാര്യങ്ങളോ വരുന്നതിന് മുമ്പ്, നിങ്ങൾക്കെതിരെ റിനി എന്ന് പറഞ്ഞ ലേഡി വരുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കെതിരെ അതിഭീകരമായിട്ടുള്ള ഒരു ഒരു ക്യാമ്പയിൻ പോലത്തെ പരിപാടി നടന്നിട്ടുണ്ട്. ഞാൻ അതിന് അങ്ങനെ തന്നെ പറയും, ബിക്കോസ് അതൊന്ന് പാർട്ടി ഇനീഷ്യേറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അതിന് മുഖമില്ല, ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേയധികം പേജുകളിലൂടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ കോഴിക്കഥകൾ ഒരുപാട് ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നിങ്ങൾക്ക് ഇത് അഡ്രസ്സ് ചെയ്യായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നമില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വിഷയക്കാരനല്ല എന്നുണ്ടെങ്കിൽ അന്ന് മുഖവും ശബ്ദവും ഇല്ലാത്ത ഒരു ആരോപണത്തിന് നിങ്ങൾ ഹൂ കേസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളത് അഡ്രസ്സ് ചെയ്തത് അല്ലേ? അന്ന് കേസില്ല, അന്ന് ഓപ്പോസിറ്റ് ആരാണ്, ഒരു സ്ത്രീ ഇല്ല, ഒന്നോ അതിൽ കൂടുതലോ സ്ത്രീകൾ ഇപ്പം ഉണ്ട്. ഇപ്പം ഇത് നിയമപരമായിട്ട് പ്രശ്നമായി. അപ്പം നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, മിണ്ടുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അന്ന് നിങ്ങൾക്ക് അതൊന്നും ഇല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാമായിരുന്നു. അപ്പം അന്ന് നിങ്ങൾ പറഞ്ഞില്ല. വൈ? ബിക്കോസ് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് അറിയാം
നിങ്ങളുടെ പാസ്റ്റ് എന്താണ്, നിങ്ങളുടെ പ്രസൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അന്ന് വായ തുറന്നിരുന്നെങ്കിൽ നിങ്ങൾ അട്ടാപ്പട്ടലം തീർന്നിരുന്നു. ഇപ്പം പിന്നെന്താ അറിയോ, നല്ല ക്ലാസ് എടുത്ത് നല്ല സമയമെടുത്ത് പഠിച്ചതുകൊണ്ട് കുറേയധികം ഈ പറഞ്ഞ ഇമോഷണൽ സാധനങ്ങളൊക്കെ വെച്ച് ആളുകളെ മുന്നിലേക്ക് ഇനിയൊരു മാനിപ്പുലേഷൻ കൂടി ഇട്ട് കൊടുക്കാന്നുണ്ട്. അതാണ് സെറ്റാക്കി കൊള്ളാം. എന്താണെങ്കിൽ അടുത്ത് നോക്കാം. രാഹുൽ പറയുന്നു ഇത് അസത്യങ്ങളാണ്, അർദ്ധസത്യങ്ങളാണെന്ന് രാഹുൽ പറയുന്നു. രാഹുൽ പക്ഷെ ഒളിച്ചോടി. എന്തിനാണ് രാഹുൽ ഇക്കാര്യങ്ങൾ നിവർന്നു എന്ന് കേരളത്തിലെ ജനത്തോട് പറയാം. കാര്യം രാഹുൽ സാധാരണക്കാരനല്ല, രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്. അതിന്റെ ധാർമ്മിക ബാധ്യത രാഹുലിനുണ്ട്, ഇല്ലേ? ആ ധാർമ്മിക ബാധ്യതകൾക്കപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് ഞാൻ വലിയ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന ആളാണ്. ഇതെല്ലാം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ചോദിക്കുന്നത് ഹൂ കേസ്. അത് ഒരു അധികാരത്തിന്റെ ധാർഷ്ട്യമല്ലേ രാഹുൽ? ഒരിക്കലല്ല. ഞാൻ എന്തിനാണ് ഹൂ കേസ് എന്ന് പറഞ്ഞത്? ഞാൻ പിന്നീട് മാധ്യമങ്ങൾ നിങ്ങളുടെ ഒരു തലക്കെട്ടിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്, ഞാനത് പറയാം. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവര് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചതാണ് സ്ത്രീകൾ പരാതി പറയുമ്പോൾ ഹൂ കേഴ്സ് എന്ന് ഞാൻ പറയുന്നു എന്ന്. നീലപ്പെട്ടി വിവാദം പോലെയോ മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾ പോലെയോ ഒന്നും ആയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്ന ആ സമയത്ത് ഉണ്ടായത്. അതിൽ പിൽക്കാലത്ത് അതിനുശേഷം വന്ന പരാതികളുടെ ഒരു നക്ഷലാണെന്ന് സോഷ്യൽ മീഡിയ. എന്റെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം. ഇപ്പോ ദാദർ സൈഡിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഹുൽ ഇഷ്ടപ്പെട്ട ആളുകളെ പറ്റി രാഹുലിന് ഉറപ്പായി രാഹുലിന് ബോധ്യമുണ്ട് എന്താണെന്ന്. ആ ബോധ്യമുള്ള രാഹുൽ വന്ന് ഹൂ കേസ് എന്ന് പറയാവോ? അതെനിക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് ഇപ്പോഴും ഈ ചോദ്യമുള്ളത്. അങ്ങ് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും മാത്രം അറിയുന്ന ആളാണ്. എനിക്ക് രണ്ടുപേർ തമ്മിൽ, ഇപ്പൊ ഞാനും ശ്രീ ഹാഷ്മിയും നമ്മൾ തമ്മിലുള്ള പൂർണ്ണമായ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്ന രണ്ടുപേരേ ഉള്ളൂ, അല്ലേ? എനിക്കും താങ്കൾക്കും മാത്രമാണ്. ഇപ്പൊ താങ്കൾ മാത്രം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ വർഷം മാത്രമാണ്. ഞാൻ കൂടെ പറയുമ്പോഴേ എന്റെ വർഷമാകുകയുള്ളൂ, അല്ലെങ്കിൽ ആ സംഭവം പൂർണ്ണമാവുകയുള്ളൂ. എനിക്കിത് രണ്ടും അറിയുന്ന ആള് എന്ന നിലയിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. അത് ഞാനൊരു കാര്യം വളരെ കോൺക്രീറ്റ് ആയിട്ട് എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല. ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാഡ് ടച്ച് എന്നുള്ളത് വിട്ടേക്കൂ, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ അത്തരം ധാർമ്മികതകളൊക്കെ നന്നായി വെച്ച് പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഞാൻ അധാർമികമായി എന്തെങ്കിലും ചെയ്തു വന്നോ അതല്ലെങ്കിൽ ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു വന്നോ എനിക്ക് അഭിപ്രായമില്ല. അതായത് എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഒരാൾ വന്നിരുന്ന് ഈ രീതിയിൽ തള്ളി മറിക്കുന്നതെന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. സാധിക്കില്ലടേ ഇങ്ങനെ തള്ളാൻ. അത് എന്താ പറയുക, ഒരു കൃത്യമായ മോഡസ് ഉണ്ട് ഇയാൾക്ക്. കൃത്യമായ എന്താ പറയുക, ഇരകളെ വീഴ്ത്താനൊരു പാറ്റേൺ ഉള്ള വ്യക്തി. ഇയാൾ ഈ സ്ത്രീകളെ ഇതുവരെ ബാഡായിട്ട് ടച്ച് ചെയ്തിട്ടില്ല, സ്ത്രീകളോട് ബാഡായി പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഇൻ്റർവ്യൂ മൊത്തം ഇയാൾ ഈ സാധനങ്ങൾ അടിച്ചു വിട്ട് പറയുന്നുണ്ട്. ഇതിലെവിടെയെങ്കിലും ഈ വ്യക്തി ആദ്യം കേസ് കൊടുത്ത ഇര, അവരോട് ഇയാളുടെ വോയിസ് ലീക്കൊക്കെ നമ്മൾ കേട്ടതാണ്, ആ ലേഡിയെ ഗർഭമലസിപ്പിക്കാൻ വേണ്ടി ഇയാൾ പുഷ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ലേ? അല്ലേ? അത് നിയമവിരുദ്ധമല്ലേ? ഈ എൻറ്റയർ ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച്, ആ അബോർഷൻ്റെ പോർഷനെ കുറിച്ച് ഈ വ്യക്തി ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട്? മിണ്ടാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്നു സ്ത്രീകളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, സ്ത്രീകളെ ഞാൻ അമ്മയായിട്ട് എൻ്റെ അമ്മയിലൂടെ ഞാൻ സ്ത്രീകളെ കാണുന്നു എന്നൊക്കെയുള്ള ഡയലോഗ് ഇതിനകത്ത് അടിക്കുന്നുണ്ട് ഈ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിനകത്ത്. കോഴി എന്നാണ് ഈ വ്യക്തിയുടെ, ഈ മഹാൻ്റെ വിളിപ്പേര്. മനസ്സിലായോ? വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിലും പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിലും ഒക്കെ ഇയാളുടെ വിളിപ്പേര് കോഴി എന്നാണ്. വെറുതെ നടക്കുന്ന ഒരാളെ കോഴി എന്ന് വിളിക്കും. സിമ്പിൾ ക്വസ്റ്റ്യനാണത്. വെറുതെ നടക്കുന്ന ഒരാളെ കോഴി എന്ന് വിളിക്കും. അപ്പോൾ ഇയാളിൽ നിന്ന് ഇതേപോലത്തെ സിമിലർ കൈൻഡ് ഓഫ് ഹിറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? ഇയാളുടെ ഈ പവർ പൊസിഷനിൽ ഇരുന്നു കൊണ്ടുള്ള ഹൂ കെയർസ് അതൊരു ഹൂ കെയർസ് തന്നെ ആയിരുന്നു. അതെപ്പോഴാണ് മാറിയതറിയോ? കേസ് 1, 2, 3 എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങിയപ്പോഴാണ്. ഇരകളായിട്ടുള്ള സ്ത്രീകൾ ഓരോരുത്തരായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങിയപ്പോൾ ഹൂ കെയർസ് അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ തിരിച്ച് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, ബി കെയർ ഫോർ ഇറ്റ്. ഒരു ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് ഇവിടുന്ന് സമയം കിട്ടണമെന്നുള്ളൊരു കോമൺ ലോജിക്കെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഞാനത് ആലോചിച്ച് നോക്കും. നമ്മൾ നോർമലായിട്ട് ജോലിക്ക് പോയി വരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും മൾട്ടിപ്പിൾ റിലേഷൻസ് കൊണ്ടു നടക്കാൻ വളരെ പാടായിരിക്കും. ഉള്ള ഒരു റിലേഷൻ തന്നെ കൊണ്ടു നടക്കാൻ പാടുവിട്ട് കിടക്കുന്ന കാലത്ത് മൾട്ടിപ്പിൾ റിലേഷൻസ് വെച്ച് അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം.
കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് അവിടെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ച് ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർത്ത് തരാം എന്ന് പറഞ്ഞ് അത് തീർക്കാൻ വേണ്ടി ചെന്ന് പിന്നെ ആ സ്ത്രീയെ ഇവൻ്റെ വലയിലേക്ക് കൊണ്ടുവരിപ്പിച്ച് ആ സ്ത്രീക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്, കല്യാണം കഴിയാത്ത ഞാൻ കല്യാണം കഴിഞ്ഞ് നിന്നെ കല്യാണം കഴിക്കാം, അതിന് എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ നീ ഗർഭിണിയാവണം, എന്നിട്ട് ഗർഭിണിയാക്കുക, എന്നിട്ട് ഇവൻ്റെ ഇൻട്രസ്റ്റ് പോകുമ്പോൾ ഇവൻ അത് അലസിപ്പിക്കാനുള്ള ബാക്കി പരിപാടി. ഇതൊരു പാറ്റേൺ ആയിട്ട് ഇവൻ തുടർന്നുകൊണ്ടിരിക്കുന്ന പണിയാന്നുള്ളത് ഈ വന്ന കേസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ഇതൊക്കെ കോടതിയിൽ ടെക്നിക്കലി എങ്ങനെ നിൽക്കും, ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളും വെച്ച് ഏത് രീതിയിൽ ഇത് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവിടെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. പക്ഷെ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കും സിമിലർ പാറ്റേണിലുള്ള കുറേ വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഇവൻ്റെ കാര്യങ്ങളിൽ പേഴ്സണലി പല ഇവനോട് ക്ലോസ് ആയിട്ടുള്ള സർക്കിളുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടും ഞാൻ പറയുന്നു, ഇവൻ ഈ പറയുന്ന നന്മയിൽ ഉണ്ണി മുതലൊന്നും അല്ല. മനസ്സിലായില്ലേ? ദിസ് മാംഗോ സീഡ് ഈസ് എ ഹൈലി മാനിപ്പുലേറ്റീവ് പെർവേർട്ട്. അതിലും കുറഞ്ഞ പിന്നെ ഒരു വാക്കില്ല. മനസ്സിലായോ? വ്യക്തിധാർമ്മികതല്ല, പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ പറ്റിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആദ്യ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുണ്ട്. ആ പരാതിയുടെ ആ സമയത്ത് രാഹുലിനെ പിന്നെ കാണാനില്ല. രാഹുലിനെ പിന്നെ കാണുന്ന എപ്പോഴാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആന്റിസിപ്പേറ്ററി കിട്ടിയതിനു ശേഷം വോട്ട് ചെയ്യാൻ വരുന്ന രാഹുലിനെയാണ്. ഒളിവിൽ പോയത് ശരിയായി തോന്നുന്നു. ഞാൻ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ആളുകളിൽ ഒരാളാണ്. എന്നേക്കാൾ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജയില് എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്നോ എന്നെ ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ പോകില്ല എന്ന് ഞാൻ തീർപ്പ് കൽപ്പിച്ചിരുന്നു. കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട്. അല്ല ഞാൻ പറഞ്ഞോട്ടെ, അത് കോടതികൾ ഇപ്പൊ തീരുമാനിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഒളിച്ചോടി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഞാൻ പറയാം, എനിക്കിപ്പം സാങ്കേതികമായി നിയമപരമായിട്ടൊരു വാചകം പറയാം. ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല. ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഈ നിയമ സംവിധാനത്തെ ഒന്നും വിശ്വസിക്കാതെ പോകുന്നതിനെയാണ് നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് നല്ല വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുകയാണ്. അതൊരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശമാണ്. ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളുകളിൽ ശ്രീ ഹാഷ്മിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ജയിലിൽ കിടന്ന് വെറുതെ ആകില്ലേ? അത് തെറ്റാകില്ലേ? അത് ഹാഷ്മിക്ക് ഇപ്പോൾ അറിയില്ല, പക്ഷെ എനിക്കറിയാം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ജയിലിൽ കിടക്കാനുള്ള ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാം. അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടക്കില്ല. പക്ഷേ എന്നെ ജയിലിൽ കിടത്തി അടക്കൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. മൂന്നാമത്തെ പരാതിയിൽ സെഷൻസിന്റെ ബെയിൽ ഓർഡർ അങ്ങ് വായിച്ചിട്ടുണ്ട്. ആ ബെയിൽ ഓർഡർ വായിച്ചു നോക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഞാൻ ഓവർ കോൺഫിഡന്റ് അല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യമാണ്. അത് വേറെ ഏതെങ്കിലും തരത്തിൽ പിന്നെ എൻ്റെ അധികാരമോ എൻ്റെ സ്വാധീനമോ ഒന്നുമല്ല. ഈ രാജ്യത്തൊരു സാധാരണ പൗരൻ എന്ന നിലയിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വത്തിലുള്ള വിശ്വാസം ഉറപ്പായും കോടതി തീരുമാനിക്കണം. പക്ഷെ അതെ, കോടതി തീരുമാനിച്ചോട്ടെ. കോടതി തീരുമാനിക്കുമ്പോൾ കോടതിയിലെ എല്ലാ തീരുമാനങ്ങളും കറക്റ്റാണ് എന്നുള്ളൊരു തോന്നലുള്ള മനുഷ്യനൊന്നുമല്ല ഞാൻ. കോടതിക്ക് കോടതിയുടെ മുന്നിൽ വരുന്ന മെറ്റീരിയൽ എവിഡൻസ് വെച്ചിട്ട് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇവൻ ഈ വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ഞാൻ ഒളിവിൽ പോയതല്ല, ഞാൻ ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുക്കാൻ മാറി നിന്നതാണ്. കർണാടകയിൽ ബാംഗ്ലൂർ ഏതോ പൊത്തുപോയി ഒളിച്ചിരുന്ന്. ഇവിടെ നമ്മൾ എത്ര കേസിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളുകൾ. അവർക്കറിയാം, ലൈക്ക് ഇവൻ പറയുന്നു ഞാൻ ഇതിൽ ഉള്ളിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്, എനിക്ക് ഈ കേസിലൊന്നും ഉള്ളിൽ പോകാൻ താല്പര്യം. എന്നിട്ട് മൂന്നാമത്തെ കേസായപ്പോഴത്തേക്ക് വട്ടട്ട് പിടിച്ചല്ലോ നാട്ടുകാർ. പോലീസുകാരെല്ലാവരും കൂടി വട്ടട്ട് പിടിച്ച്. എനിക്ക് ഉറപ്പാണ് അന്ന് പോലീസുകാരെ ട്രാക്ക് ചെയ്യാൻ ഇട്ടുകൊടുത്തത് ഇവൻ്റെ ചുറ്റുപാടുള്ളവരോ അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരോ തന്നെ ആയിരിക്കും. അതൊക്കെ പിന്നെ പോലീസുകാർ പുറത്തു വിട്ടില്ല. കാരണം ഇവൻ ആ ഹോട്ടലിൽ ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായ 400 ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരമൊക്കെ എത്തിച്ചു കൊടുത്ത് ഇവനെ ലോക്കിട്ട്, അല്ലെങ്കിൽ ഇവൻ മുങ്ങല്ലേ, ഇവൻ കർണാടകയിൽ പോവല്ലേ, കർണാടകയ്ക്ക് അവൻ ചാടുള്ള ആശാൻ. എന്നിട്ട് വന്നിരുന്നിട്ട് ഇതേപോലെ എനിക്ക് ഇവിടുത്തെ നിയമത്തിൽ വിശ്വാസമുണ്ട്, കോടതി പറയുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കോടതിയിൽ അതിന് മുന്നിലുള്ള തെളിവുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് വന്ന മെറ്റീരിയൽ എവിഡൻസ് വെച്ചിട്ട് കോടതിക്ക് ഒരു കാര്യം. അപ്പോൾ അത് കഴിഞ്ഞൊരു കേസിൽ നമ്മളുണ്ട്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ കോടതികളും ചില
കോടതിയുടെ തീർപ്പുകളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇനിയും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അതിൻ്റെ മുകളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനൊരു ക്ലീൻ ചീട്ട് കിട്ടി ഞാനൊരു നല്ലവനാണ്, ഇപ്പോഴും ബെയിലാണ്, വിധി വന്നിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? ബെയിൽ കിട്ടി ഇറങ്ങിയപ്പോഴാണ് ഈ പറയുന്നത്, ബെയിൽ ഓർഡറിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെന്ത് ന്യായീകരണം എന്നുള്ളത് മലയാളികൾ ശരിക്കും ചോദിക്കണം. കാരണം ഇവിടെ നാളുകളിൽ കേസ് വരുന്ന എല്ലാവരും, അല്ല എനിക്കിതിനുള്ളിൽ പോകാൻ ഒരു താല്പര്യമില്ലേ, ഞാൻ മുങ്ങാണ് പറഞ്ഞിട്ട് മുങ്ങാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരള പോലീസിനും ഇവിടുത്തെ ഖജനാവിലെ പൈസയും മുടക്കി ഇവനൊക്കെ കണ്ടുപിടിക്കാൻ എത്ര സിസ്റ്റം ഇതിന് പിന്നാലെ പായണം. ഇവൻ ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അന്ന് ആ ടൈമിൽ ഇവനെതിരെ ഫസ്റ്റ് ആരോപണം മുഖവും ശബ്ദവും ഇല്ലാതെ ചില എഴുത്തുകളിലൂടെ മാത്രം വന്ന് ഊഹാപോഹങ്ങളായിട്ട് നടന്ന സമയത്തിന് ഇവൻ വന്ന് ക്ലിയർ ചെയ്യേണ്ടിയിരുന്നു. എൻ്റെ ലൈഫ് വളരെ ക്ലീനാണ്, എനിക്ക് അങ്ങനെ ഒരു സ്ത്രീകളുമായിട്ട് ബന്ധം വയ്ക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന സ്ത്രീകളാണ്, അവരായിട്ട് എനിക്ക് ഇന്ന ബന്ധമാണ്. ഇവന് എണ്ണം പോലും ഇല്ല ആരായിട്ടാണ് ബന്ധമുള്ളത് എന്നുള്ളത്, ആർക്കൊക്കെ എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഏത് രീതിയിൽ അവരൊക്കെ ഹിറ്റ് ചെയ്തെന്നുള്ളതിന് സെൽഫായിട്ട് ഒരു ഓഡിറ്റ് ഇല്ലാത്ത ഒരുത്തൻ ആ നേരത്ത് അത് ചെയ്തില്ല. കേസോ കൂട്ടമായപ്പോൾ ഓടിപ്പോയി ഒളിച്ചിട്ട് ഇപ്പോൾ വന്നിരുന്ന് പറയുന്നത് അതെന്തോ വലിയ ഹീറോയിസം കാണിച്ച പോലെ. ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഈ ഒരു വലിയ സംഘം, ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ സംഘത്തിനൊരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടുള്ള കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് പറയാം, ഒരു കിങ് പിൻ ഉണ്ട്. അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ, ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ണർ, കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ. അവരെന്നെ പറ്റി മാത്രമല്ല, വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും. ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്ററാണ് അവര്. പിന്നെ CPM-ന്റെ ചേർന്ന് നിൽക്കുന്ന 2 പേർ, ഇവരുടെ ഒരു സംഘം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ കഥകൾ പറയാണ്. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. ശ്രീ ഹാഷ്മി ആരുടെ കാര്യം വേണമെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു. ഇപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആരുടെ കാര്യം വേണമെങ്കിലും ചോദിച്ചു. ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് ഇങ്ങനെ തരാം, എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം. ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിലെ ആരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത്, പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം. ഒരു വൺ സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു. അയ്യൻ്റെ പൊന്നെ, എന്തെന്നാ ഇത്? എന്നാൽ പിന്നെ എന്താ ഹാഷ്മിക്ക് കൊടുക്കാൻ നിൽക്കുന്നത്? ഈ കേസുകൾ ഇല്ലാതെ വന്ന കുറേ കോൺട്രവേഴ്സി അലിഗേഷൻസ് ഉണ്ടല്ലോ തൻ്റെ എതിരെ. എന്നാൽ പിന്നെ തനിക്ക് അതങ്ങോട്ട് തൻ്റെ പ്രൊഫൈലിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫെനിയാണല്ലോ തൻ്റെ മൗത്ത് പീസ്, ഫെനീൻ്റെ പ്രൊഫൈലിലൂടെ ഇട്ടുകൂടായിരുന്നു ആ കോൺവെർസേഷൻസ്? എന്നാൽ പിന്നെ കാണട്ടെ മലയാളികൾ, കോടതി തീരുമാനിക്കാനുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ കാറിലെ കോടതി, സ്റ്റോറിയിലെ കോടതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പറയുന്ന പോലെ മീഡിയയിലെ കോടതി, നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വിടാലോ. ഇപ്പം അതൊക്കെ നടക്കുന്നുണ്ട്, ഇല്ല ഒന്നും പറയുന്നില്ല. സ്ക്രീൻഷോട്ട്സ് ലീക്ക് ആവുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, വോയിസ് ലീക്ക് ആവുന്നു, സ്ക്രീൻഷോട്ട്സും ചാറ്റ്സും ലീക്ക് ആവുന്നു. കോടതിയിലെ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റീരിയൽ എവിഡൻസും പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഗൂഢാലോചന നടത്തിയ ആരോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഓക്കെ, ഇതൊക്കെ പറയാം, ഞാൻ ആരാന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഈ എൻ്റയർ ഇൻ്റർവ്യൂവിൽ ഇത് ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതൊരു കിങ് പിൻ ഉണ്ട്, പിന്നെ കുറേ മാധ്യമ പ്രവർത്തകരുണ്ട്, പിന്നെ കുറച്ച് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആളുകളുണ്ട്. ആരാ എന്താന്നുള്ള ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. ഓക്കെ, അത് ശരിക്കും എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതിപ്പോൾ പറയാൻ പാടില്ല എന്നല്ലോ. ഇപ്പോൾ കേസായിട്ടിരിക്കുന്നത് വേറെയാണ്, പക്ഷേ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അത് ആര് ഗൂഢാലോചന നടത്തി എന്നുള്ളത് പേരടക്കം വിളിച്ച് പറയാനുള്ള ആർജവും രാഹുൽ മാങ്കൂട്ടത്തിനില്ലേ? അതുകൊണ്ട് പറഞ്ഞുകൂടെ? കോൺഗ്രസ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ട്രൈറ്റർ ഉണ്ട്, അങ്ങനെ ഒരു സ്പൈ ഉണ്ട്, അങ്ങനെ ഒരു ചാരനുണ്ട്. അത് ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അതിനകത്ത് കയറി കൂടിയെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഇതേ ഇൻ്റർവ്യൂവിനകത്ത് കടന്ന് പൊട്ടിക്കരഞ്ഞ ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടം. കോൺഗ്രസ് എന്നെ മാറ്റി നിർത്തിയാലും എന്നിൽ നിന്ന് കോൺഗ്രസ് മാറില്ല. എന്നാൽ പിന്നെ പറയണം മിസ്റ്റർ, കോൺഗ്രസിനകത്ത് ആരാണ് അങ്ങനെ ഒരു സ്പൈ കയറി കൂടിയിട്ടുള്ളത്, ഒരു ട്രൈറ്റർ, ഒരു നുഴഞ്ഞുകയറ്റക്കാരൻ, ഇൻഫിൽട്രേറ്റർ ആരാന്നുള്ളത് പറഞ്ഞുകൂടെ? അപ്പം അതും പറയുന്നില്ല. പറയുന്നത് മൂപ്പർക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണ്. പല സ്ത്രീകൾക്കും ഇതേപോലെ മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്തു, മെസ്സേജ് അയച്ചു എന്നുള്ള ആളുകളിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു മോശക്കാരനാക്കി എന്നുള്ളത്. അങ്ങനെ ഇഞ്ചക്ട് ചെയ്താലടക്കം അത് ആണ് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ ഈ പറഞ്ഞ ആളുകൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആണ്. താൻ പറഞ്ഞ പോലെ ഒരു ഡെലൂലുവിനെ കൊടുന്ന് വെച്ചിട്ട് 10 ഡെലൂലുവിനെ കൊടുന്ന് വെച്ചിട്ട് ഇതൊക്കെ ഒരു ഊഹാപോഹമാണ്, ഇതൊക്കെ ഹാലൂസിനേഷൻ ആണെന്നല്ലല്ലോ പറയുന്നത്.
ജീവിച്ചിരിക്കുന്ന ലിവിങ് സ്പെസിമെൻസ് മനുഷ്യന്മാരായിട്ടുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ട്. തൻ്റെ കയ്യിൽ നിന്ന് മോശമായ മെസ്സേജുകൾ റിസീവ് ചെയ്ത മോശമായ ഹിറ്റിങ്ങുകൾ റിസീവ് ചെയ്ത ആളുകളുണ്ട്. അവർ ഇതെന്താ പറയുക, സ്ഥിരം ഒരു പ്രിഡേറ്റർ സ്വഭാവമുള്ള, സ്ഥിരം ഈ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഇതേ മോഡസ് വെച്ച് നടക്കുന്ന ഒരു വ്യക്തി, അയാൾ മനസ്സിലാക്കിയില്ല ഇത് ഒരു ടൈമിൽ ഇവരെല്ലാവരും തമ്മിൽ കാണും, സംസാരിക്കും, കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനിൽ നിന്നുണ്ടായ മോശമായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളത് ഇവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് പ്രതീക്ഷിക്കാതിരിക്കാൻ കാരണം എന്താ, ഇവൻ്റെ മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ, ആ സാധനം ഉള്ളതുകൊണ്ട് ഇവരാരും തമ്മിൽ കാണില്ല, സംസാരിക്കില്ല, ഇവരാരും ഞാൻ ചെയ്യുന്ന പരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കില്ല എന്നുള്ള തൻ്റെ ഓവർ കോൺഫിഡൻസ് എവിടെ പൊളിഞ്ഞു, അവിടെ മുതൽ താൻ ഇല്ലാതായി. അതാണ് സംഭവിച്ചത്. അത് ആവൂലോടെ 1, 2, 3, 4 അല്ലല്ലോ, അങ്ങ് നീണ്ടു കിടക്കുകയല്ലേ. ആക്കിയാണ്. ഒരു ദിവസം ഒരു യുവനടി, ഞാനങ്ങനെ അവർ ചെയ്തതുപോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല, റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ അവരെ പരിചയപ്പെട്ടതിന് 24 മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവരുടെ പരാതി. ആദ്യത്തെ ദിവസം പറഞ്ഞില്ല, പിന്നീടാണ് അവർ അത് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് റീനയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം. ഞാൻ വെറുതെ പറയുകയല്ല, ഹാഷ്മിക്ക് പരിശോധിക്കാൻ എന്താണ് ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിനുശേഷമുള്ള റീസെന്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പൊ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പൊ ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, മെയ് 28 നൽകണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പം ഞാൻ ഫോൺ കൊടുത്തു. അപ്പം ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആള് ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റ് തൊട്ട് മുമ്പുള്ള മെയ് 28 ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാള്. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന, അപ്പൊ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പൊ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടിട്ട് ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടുമില്ല, 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിൽ ഹാഷ്മി ചോദിച്ച ചോദ്യം ഭയങ്കര റെലവൻ്റ് ആണ്. അതായത് റിനിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ബന്ധം, അവർ രണ്ടുപേര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബോണ്ടാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു അത്രയും കാലം. ഇങ്ങനത്തെ വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇര വേറൊരു ഇരയെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുക, ആ പാറ്റേൺ, ഇവൻ്റെ സിമിലർ പാറ്റേൺ മനസ്സിലാക്കിയവർ റിയലൈസ് ചെയ്യാണ്, അയ്യോ ഇത് തന്നെയാണ് ഇവ ഇത്രയും കാലം എൻ്റെ അടുത്തും എടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എൻ്റെ അടുത്തും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവരിത് അപ്പം എന്നോട് അന്ന് വരാൻ പറഞ്ഞത്, ഹോട്ടലിൽ വരാൻ പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കും അല്ലേ എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഇവർ വന്നതെന്നുണ്ടെങ്കിലോ. ഇതിൽ ഈ ചാറ്റ് പുറത്തു വിടുന്നു പറഞ്ഞു, ഈ റിനീനായിട്ടുള്ള ചാറ്റ് പുറത്തു വിടാം, മനസ്സിലായത്? റിനിക്ക് വേണമെങ്കിൽ റിനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വിടാം, രാഹുലിനാണെങ്കിൽ രാഹുലിന് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വിടാം, മനസ്സിലായില്ല? കാരണം അതൊന്നും കോടതിയിലുള്ള കേസോ കൂട്ടോ കാര്യങ്ങളോ ഉള്ള പരിപാടികളൊന്നുമല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ പറയുകയാണ്, പല ഇൻ്റർവെല്ലിലായിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്നോട് എന്തിന് ബന്ധം വെച്ചു അല്ലെങ്കിൽ എന്നോട് എന്തിന് ബർത്ത്ഡേ വിഷ് പറയാൻ പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് തെളിവുണ്ടെങ്കിൽ പുറത്തു വിട്ടോ. പക്ഷേ ഇതിൽ റിനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം റിനി ഇപ്പം പറഞ്ഞതല്ല, റിനി കുറച്ച് മുമ്പ് തന്നെ
ഈ വിഷയങ്ങൾ സംഭവിച്ച സമയത്ത് പത്രമാധ്യമങ്ങളിൽ വന്ന് റിനി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ അന്ന് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഹാഷ്മി തന്നെയാണ് ആ രാവിലത്തെ മോർണിംഗ് ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ റിനി ഇതേപോലെ സംസാരിക്കുമ്പോൾ ഹാഷ്മി ചോദിച്ചിട്ടുണ്ട് റിനിയോട്, റിനി എന്തിനാണ് ഇത്രയും എന്താ പറയുക മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നടത്തിയ ഒരു വ്യക്തിയുമായിട്ട് റിനി പിന്നെ എന്തിന് ബന്ധം വെച്ചു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ റിനി പറഞ്ഞ റിപ്ലൈ നിങ്ങൾ കേൾക്ക്. ഇത് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇടയ്ക്ക് വേറൊരു രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പോൾ പല സാഹചര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതായത് ഒരു ത്രൂ ഔട്ട് അങ്ങനെ കോണ്ടാക്റ്റ് അല്ല, ഇടയ്ക്കൊരു സാഹചര്യം വരുമ്പോൾ ദേഷ്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സംസാരിക്കാൻ വരിക, ആ രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. പല പ്ലാറ്റ്ഫോമിലായിരിക്കും ചിലപ്പോൾ മെസ്സേജസ് ചെയ്യുന്നത്. അല്ല, ഇനിയും ഒരുപക്ഷെ ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളോട് മോശമായി പെരുമാറുന്ന വ്യക്തിയോടുള്ള കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായി ആ സമയം തന്നെ കട്ട് ചെയ്യണം എന്നൊരു ബോധ്യം കൂടി ഈ എപ്പിസോഡിൽ എനിക്ക് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ഒരു പുരുഷൻ എന്ന നിലയിലല്ല, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള നിലയിലല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. അത് ആദ്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് സംസാരിക്കാൻ ശ്രമിച്ചത്. ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ഇത്രയും ഭീകര അതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യ സംസാരത്തിൽ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെ ഒരു സ്ത്രീ മനസ്സിലാക്കും എന്താ ഉദ്ദേശം എന്ന് മനസ്സിലാവും. ഫയർ ചെയ്തല്ലോ ഞാൻ കൃത്യമായിട്ട്. അതെ, ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഫയർ ചെയ്യുകയും അത് പിന്നീട് ടേക്കപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജുകൾ വേറെ രീതിയിലും പല രീതിയിലും അയക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ഉന്നതരായ വ്യക്തികളാകുമ്പോൾ അവരുമായിട്ടൊരു ഫൈറ്റിന് പോകാനും നമ്മൾ അധികം വേണ്ടാന്ന് വിചാരിക്കുക. എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഇത്ര വലിയൊരു പ്രിഡേറ്റർ ആണ്, ഇങ്ങനെ എല്ലാ സ്ത്രീകളോടും പറയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്നോട് പറയുന്നത് നിന്നോട് മാത്രമല്ലേ ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു പ്രെഡേറ്റർ ആണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. കേട്ടല്ലോ, റിനി വളരെ കൃത്യമായിട്ട് അവിടെ ഞാൻ പറഞ്ഞ ഹാഷ്മി ഓൺ പോയിന്റ് ആണ് അവിടെ. കാരണം ഹാഷ്മി അന്ന് രാവിലെ റിനിയോട് ഇത് ചോദിച്ചതാണ് 4-5 മാസങ്ങൾക്ക് മുമ്പ്. അന്ന് റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു ഇയാളുടെ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ പല ഇൻ്റർവെല്ലിൽ പല സ്വഭാവം കാണിക്കുന്ന, പല ഇൻ്റർവെല്ലിൽ പല പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി. ആ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് അയാൾ ഇങ്ങനെ ഒരു ബാഡ് അപ്രോച്ച് ഒരാളെടുത്ത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന റിനി. ഇനി ബാക്കി ചാറ്റുകൾ സംസാരിക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഒരു ക്ലാരിറ്റി കിട്ടണം ഇവർ രണ്ടുപേരും തമ്മിലുള്ളത് ബന്ധം എന്താ, റിലേഷൻ എന്താന്നുള്ളതിന്. ബാക്കി ചാറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റുകൾ പുറത്ത് വിടും, ഞങ്ങളൊന്ന് കാണട്ടെ. അപ്പൊ അങ്ങനെ ഇപ്പൊ സൗഹൃദം റിനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത്. സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ പൊസഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത്. റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ, 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു എന്ന് പുറത്തേക്ക് വിടട്ടെ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, റിനി എന്ത് പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാൽ ആ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. 1. 2 അല്ലല്ല, അതെങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാ. എന്നെപ്പറ്റി എന്തും പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്താ രാഹുൽ മിണ്ടാത്തെ, എന്നാ ഞാൻ പറയാം ഞാൻ തെളിവുകൾ തരാന്ന് പറയുമ്പോൾ ഉടനെ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത്. അല്ല ഞാൻ ശ്രീ ഹാഷ്മി അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഹാഷ്മി, പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? കോടതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമല്ല, കോടതികൾ തീരുമാനമെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല. ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത് എങ്ങനെയാണ്? ഞാൻ റിയൽ കൺവെർസേഷൻ പറയണ്ടേ? സൈബർ അറ്റാക്കിൽ വന്നിട്ടുള്ള കോണ്ടന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും പൂർത്തീകരിക്കട്ടെ. എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്തു വന്നിട്ടില്ല. ശരി, എനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ഇന്നേ ദിവസം വരെ പുറത്തു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഫെനിയുടെ അടക്കം പ്രൊഫൈലിൽ നിന്ന് വന്ന കുറേ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഫെനി ഒറ്റയ്ക്ക് ചെയ്തതായിരിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതിൽ പറയുന്ന റിനി ആയിട്ടുള്ള ചാറ്റ്. അപ്പോൾ ഹാഷ്മി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊരു ത്രട്ടനിങ് ആണോ, ഒരു ബ്ലാക്ക് മെയിലാണോ? ആയിരിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം 1, 2, 3 വിക്ടിംസിൽ മാത്രം നിൽക്കുന്നൊരു കേസല്ല രാഹുൽ മാങ്കൂട്ടം കേസ് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി ആരും വരരുത്, മനസ്സിലായോ? വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കേസാക്കിയ
ചാറ്റ് പുറത്ത് വിടാൻ പറ്റില്ല. എന്നാലും ലീക്കാക്കാട്ടോ. ഈ സാധനമൊക്കെ ഏതെങ്കിലുമൊക്കെ ചാനലിൽ എവിടെയെങ്കിലും അബ്രോഡ് ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ആര് പിടിക്കാൻ? ഇവിടെ ഉള്ള കേസ് തന്നെ പിടിക്കാൻ സൈബർ സെല്ലിനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെയാണ് ഇതിൻ്റെ പിന്നാലെ തപ്പിപ്പോവുക. അത് നടക്കുന്ന ഒന്നുമില്ല. ഇതൊരു തരം ത്രട്ടനിങ് തന്നെയാണ്. മനസ്സിലായില്ലേ? എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, നിങ്ങളെ കയ്യിലുള്ള പോലെ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഏത് രീതിയിൽ ഇട്ടിട്ട് വേണമെങ്കിലും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇപ്പോഴും ഇടട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഇട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ ഈ രീതിയിലൊരു അപ്രോച്ചോ ഈ രീതിയിലൊരു ഒരാളുടെ ലൈഫിനെ അങ്ങോട്ട് ഇല്ലാതാക്കുന്നതോ ആയിട്ടുള്ള പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ല. എനിക്കെതിരെ മാസീവായിട്ടുള്ളൊരു ഗൂഢാലോചന നടത്തി കുറച്ച് ആളുകൾ ചേർന്ന് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി, എൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ആരോപണങ്ങൾ എൻ്റെ എതിരെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനിപ്പോൾ ഞാൻ പറഞ്ഞത് റീസെൻറ്റ് എക്സാമ്പിൾ നിവിൻ പോളിയാണ്. വന്നിരുന്ന് കാര്യം പറയും, എനിക്ക് അവരെ അറിയില്ല, അങ്ങനെ ഒരു സംഗതി കയ്യിലില്ല, ഇനി അവർ വിട്ട ചാറ്റ് മാനിപ്പുലേറ്റ് ആണ് അല്ലെങ്കിൽ എഡിറ്റാണ്, ഇതാ ഒറിജിനൽ ചാറ്റ്. നമുക്കൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലേ, നമുക്കൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇതിൽ കേസും ഇല്ല, റിനിയുടെ ഒന്നും കേസിൽ കേസും ഇല്ല. ഈസി ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് ചെയ്യാം, ഈ സംഗതി എടുത്ത് പുറത്ത് വിടാം. അപ്പം എന്താ പറയുക അറിയോ ഉത്തരം? ഞാൻ കെയറേറ്റായി ആണ്. ഈ ഇൻ്റർവ്യൂയുടെ തുടക്കത്തിൽ അതാ പറഞ്ഞത്, ഞാൻ എൻ്റെ ഓപ്പോസിറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നു, ഞാനൊരു കെയറേറ്റനാണ് എന്നുള്ള വാദത്തിലേക്ക് ഈ സാധനം കൊണ്ടുപോയി എത്തിക്കും. എന്നാൽ അപ്പുറത്ത് ചാറ്റ് പുറത്ത് വിടണോ? വിടട്ടെ, റിനി പറഞ്ഞാൽ വിടും, വിടട്ടെ. ഈ ത്രട്ടനിങ്ങും ചെയ്യും. ഇത് റിനിയുടെ നേരെയല്ല ഈ ത്രട്ടൻ ചെയ്യുന്നത്. ഇനിയുള്ളവർ കൂടി മിണ്ടാതിരിക്കണം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വായ തുറക്കരുത്. അതിനുള്ള പരിപാടിയാണ് ഇത് എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ശ്രീമതി ഹണി ഭാസ്കർ വന്നിട്ട് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ശ്രീമതി ഹണി ഭാസ്കർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്, അവരുടെ പോസ്റ്റിൽ തന്നെ പറയുന്നു, അവരോട് ഞാൻ നന്നായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ സംസാരത്തിനിടയിൽ എവിടെയൊക്കെ കോഴിക്കാട്ട് അവർക്ക് മടത്തു. ആ കൺവെർസേഷൻ ഹാഷ്മിക്ക് പരിശോധിക്കാം. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കൺവെർസേഷൻ പരിശോധിക്കണം എന്നല്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കത് നോക്കാം. ഞാൻ പറയട്ടെ, ഞാനൊരു പരാതിയല്ല, ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഹണി ഭാസ്കറിന്റെ ആരോപണത്തിന് മുഴുവൻ പ്രൈം ടൈം കൊടുത്തു. സത്യത്തിൽ എന്താ ഹണി ഭാസ്കറിന്റെ ആരോപണം? നമ്മുടെ നാട്ടിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെന്നോ കൊതി നുണയെന്നൊക്കെ പറയുന്ന സംഭവമല്ലേ ഹണി ഭാസ്കറിന്റെ? അല്ല ഞാൻ പറയട്ടെ, ഹണി ഭാസ്കറിന്റെ ആകെയുള്ള ആരോപണം അല്ല ശ്രീമതി ഹണി ഭാസ്കറിന്റെ. ഞാൻ പറയട്ടെ, ഒന്നൊന്നായിട്ട് പറയുകയാണ്, എല്ലാം ക്ലിയർ ചെയ്യാണ്. ഞാൻ അങ്ങോട്ട് സംസാരിച്ചത്, അങ്ങോട്ട് തന്നെയാണ് സംസാരിച്ചത്. എല്ലാ സംഭാഷണങ്ങളും ഒരാൾ ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ വന്ന് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച തെറ്റാണെന്ന് ശ്രീ ഹാഷ്മി പറയേണ്ടി വരും. അങ്ങനത്തെ വിലയിരുത്തലില്ലല്ലോ. അപ്പം ഹണി ഭാസ്കറിന്റെ ആരോപണം ഇങ്ങനെ പറഞ്ഞു എന്നാ, എന്റെ സൗഹൃദ സദസ്സിൽ ഞാൻ ഇങ്ങനെ പിന്നെ ആരോടെങ്കിലും സംസാരിച്ചു എന്നുള്ളത് അതെന്തിനാ പറയുന്ന നടക്കുന്നതിന്? അങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസ് എൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഷഹനാസ് പറയുന്നത്, കർഷക സമരത്തിന്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു, ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിന്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. അപ്പൊ ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പൊ അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. എന്നാ താങ്കൾ എടുത്ത് പരിശോധിക്കൂ, ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇപ്പൊ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഇതൊരു ഭയങ്കരമായ ടാക്ടിക്സ് ആട്ടോ ഇതിൽ രാഹുൽ മാങ്കൂട്ടം പയറ്റിയിട്ടുള്ളത്. കാരണം കേസിലുള്ള വിഷയങ്ങളെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പം കേസില്ലാത്ത വന്ന ആരോപണങ്ങളുടെ ക്രെഡിബിലിറ്റി പൊട്ടിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾ വിചാരിക്കും ഓക്കെ, അപ്പോൾ കേസില്ലാതെ റിനി ആണെങ്കിലും ഹണി ആണെങ്കിലും ഷഹനാസ് ആണെങ്കിലും വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല. രാഹുൽ മാങ്കൂട്ടം ധൈര്യമായിട്ട് പറയുന്നു ചാറ്റ് വിട്, ഇല്ലെങ്കിൽ ഞാൻ ചാറ്റ് വിടാം. ഇതിങ്ങോട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സാധാരണ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു 50-50 മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും, ഇല്ലെങ്കിൽ പാർട്ടി അടിമകളായിട്ട് രാഹുൽ അടിമകളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും, ഇല്ലെങ്കിൽ ഒരു 50-50 നിൽക്കുന്നവരുടെയൊക്കെ മൈൻഡ് മാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇയാളുടെ ഒരു സ്ഥിരം മോഡസ് പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് മാറാൻ പോകുന്നില്ല. അല്ലാത്ത ആളുകൾക്ക് ഒരു മോസ്റ്റ് മെജോറിറ്റിക്കും ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഒരു സാധനം, അല്ലെങ്കിൽ എനിക്കെതിരെ കേസില്ലാതെ വന്ന ആരോപണങ്ങൾ, അത് വളരെ സെലക്റ്റീവായിട്ട് ആ റിനി, ഹണി, പിന്നെ ഈ ഷംനാസ്, ഈ 3 പേരെയും കറക്റ്റ് സെലക്ട് ചെയ്ത്
അവരുടെ ചാറ്റുകൾ പുറത്ത് വിടട്ടെ എന്നുള്ള കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ ചങ്ങ. ഇത് പലപ്പോഴും ഹാഷ്മി കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് നിൽക്കുന്നില്ല. ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് പറഞ്ഞ് പോവാണ്. ഇതിൻ്റെ മുകളിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇവരൊക്കെ എങ്ങനെ ലിങ്കായി, എങ്ങനെ പരസ്പരം ഇവർക്കൊക്കെ മനസ്സിലായി, താൻ എല്ലാവരുടെ അടുത്തും കളിക്കുന്ന ഇതേ സെയിം കളിയാണെന്നുള്ളത് ഇവർക്ക് എങ്ങനെ പരസ്പരം എല്ലാവർക്കും മനസ്സിലായി. താൻ നേരത്തെ പറഞ്ഞല്ലോ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഗൂഢാലോചന ആയിരുന്നില്ല മിസ്റ്റർ മാങ്കൂട്ടം. താൻ ചെയ്തു വെച്ച പരിപാടികൾ, താൻ ഏൽപ്പിച്ച ട്രോമ, സഫറിങ് അനുഭവിച്ചവർ അവരൊരു കൂട്ടമായി മാറി. അത്രേ സംഭവിച്ചുള്ളൂ അവിടെ. മനസ്സിലായോ? അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും മനസ്സിലായി പരസ്പരം നിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു അവരുടെ അടുത്ത് എന്നുള്ളത്. അപ്പം അവർ പറഞ്ഞു, ഇതിലിപ്പോൾ ഈ ചങ്കാണ് ഷഹനാസ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് വിത്തിൻ ഫ്യൂ അവേഴ്സ് അവർ ഇന്ന് പത്രസമ്മേളനം നടത്തി അവരുടെ ഒരു വേർഷൻ പറയുന്നുണ്ട്. ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്ന കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അത് പല ആളുകളോടും പേഴ്സണലി സംസാരിച്ചത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിശ്വസ്തനെന്ന് കരുതി സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടും അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അയച്ച മെസ്സേജുകളാണിത്. അതിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എല്ലാ മെസ്സേജും സീനാക്കിയിട്ടുണ്ട് ബ്ലൂടിക്കില്. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരുപാട് കാരണങ്ങളാണ്. അതിലൊന്ന് എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിജീവിതമാർ നൽകിയ പരാതികൾക്കെതിരെ നീ മാനനഷ്ടത്തിന് പോകണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. അത് ഒരു വ്യക്തി നമ്മളോട് പറയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും, ഞാൻ പറയട്ടെ, ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിന്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന്. രാഹുൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞതൊക്കെ രാഹുലിന്റെ ബോധ്യങ്ങളാണ്. രാഹുലും ഈ പറയുന്ന വ്യക്തികളും തമ്മിലുള്ള മെസ്സേജുകളും ബോധ്യങ്ങളുമാണ്. അത് പരിശോധിക്കണം തോന്നുന്നില്ല, പോട്ടെ, അത് വേറൊരു വിഷയം. പക്ഷെ പൊതുസമക്ഷമുള്ളത് എന്താണ്? പൊതുസമക്ഷമുള്ളത് ഗുരുതരമായ പരാതികളാണ്, സ്ക്രീൻഷോട്ടുകളാണ്, വോയിസ് റെക്കോർഡുകളാണ്. കരഞ്ഞുകൊണ്ട് പറയുന്ന അതിജീവിതയോട് രാഹുൽ അങ്ങേയറ്റത്തെ ബ്രൂട്ടലായി ദയാരഹിതം സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ്. അതൊക്കെ രാഹുലിന്റെ തന്നെയാണോ? വോയിസ് റെക്കോർഡുകളിൽ ഏറ്റവും പ്രധാനമായിട്ടും എനിക്കെതിരായിട്ട് വന്നൊരു ആരോപണം, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു, ഞാൻ കൊല്ലാൻ ആഹ്വാനം ചെയ്തു. ആ വോയിസ് റെക്കോർഡ് താങ്കൾക്ക് ഒന്നുകൂടെ കേൾക്കാം. ഞാൻ ഒരിക്കൽ പോലും ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ല. ആ സംഭാഷണം, ഞാൻ ആ കേസിന്റെ മെറിറ്റിലേക്ക് ഇപ്പൊ പോകുന്നില്ല, അത് കോടതിയിലൂടെ ആ കേസിന്റെ നിങ്ങൾ കേട്ടത്, നിങ്ങൾ അറിഞ്ഞത് സത്യത്തിന്റെ ഒരു 10% പോലും ഇല്ല. യഥാർത്ഥ സത്യം നിങ്ങൾ അന്നും ഇതേ പ്രാധാന്യത്തോടു കൂടി വാർത്ത കൊടുക്കുമെങ്കിൽ, നിങ്ങൾക്ക് മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ, കേരളം ഞെട്ടുന്ന വാർത്ത ആ കേസ് മുന്നോട്ട് പോകുമുണ്ട്. ഒന്നാമത്തെ കേസിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്, പാലക്കാട് നിന്ന് വന്ന കേസിനെ കുറിച്ച്. അതിൽ ആ ലേഡിയുടെ ഹസ്ബൻഡ് വന്നിരുന്നു, ഇവൻ ജീവിതം തകർത്ത കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വോയിസ് നോട്ടും വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടതുമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഈസി ആയിട്ട് ഇല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, പച്ചത്തെറി വിളിച്ച് അപരാധം പറഞ്ഞുകൊണ്ടൊരു വോയിസ് ക്ലിപ്പ്. അതിനകത്ത് ആ ലേഡിയെ, അതും എനിക്ക് തോന്നുന്നതല്ല ഫസ്റ്റ് കേസ് കൊടുത്ത ആ ലേഡിയാണ്, അവരോടാണ് ഇവൻ സംസാരിക്കുന്നത്. ഇവനോട് ഹാഷ്മി ചോദിച്ച ചോദ്യം എന്താ, നിങ്ങളുടെ വോയിസ് ആണോ? ഭാഗ്യത്തിന് രാഹുൽ ഇൻ്റലിജൻസ് ആണെന്ന് പറഞ്ഞില്ല. സംഗതി അതിനുത്തരമില്ല. നിങ്ങളുടേതാണോ ആ വോയിസ്, അതിൽ സംസാരിച്ചത് നിങ്ങളാണോ? അതിനുത്തരമില്ല. അതെന്താ രാഹുൽ മാങ്കൂട്ടം അതിനുത്തരം കൊടുക്കാൻ? വളരെ ബ്രില്യൻ്റ് ആയിട്ട് അതിന് ഒഴിഞ്ഞു മാറി. കറക്റ്റ് ക്വസ്റ്റ്യൻ ഹാഷ്മി ചോദിച്ചു. ഈ എല്ലാവർക്കും അറിയേണ്ടത്, നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ വോയിസ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ആ വോയിസിനകത്ത് ഇയാൾ സംസാരിച്ച ഓരോ കാര്യങ്ങളും ഇപ്പോഴും എൻ്റെ ആ ഗർഭം അലസിപ്പിച്ചതിനെ കുറിച്ചിട്ട് ഇയാളൊരു അക്ഷരം ഉണ്ടാത്ത, കൊന്നു കളയും എന്നുള്ളൊരു സാധനത്തിൻ്റെ മുകളിൽ പിടിച്ച് തൂങ്ങി. ഗർഭം അലസിപ്പിച്ചു എന്നുള്ള സാധനത്തിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ രാഹുലിനെ കൊണ്ട്. ബട്ട് വൈ?
ഇതാണെങ്കിൽ ഇന്നലെ ഇറങ്ങിയ വോയിസ് കുറേ ഉണ്ട് കേട്ടോ, 10-12 മിനിറ്റുള്ള വോയിസിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ അവിടെ വയ്ക്കാം. അതിനകത്ത് തെറിവിളിയും സംഗതികളൊക്കെ ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. ഓക്കെ, അങ്ങനെ പറ്റത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അതെ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം, അത് ഞാൻ മാനേജ് ചെയ്തോളാം, അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ. ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൂടെ ഒന്ന് ആലോചിക്കട്ടെ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്ന് ആലോചിക്കട്ടെ. അതെ, മര്യാദക്ക് സംസാരിക്കണം. എന്താന്ന്? അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓ, അങ്ങനെയാണ്. അപ്പൊ താൻ തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളിന് ഞാൻ എന്തിനാ കൺസേൺ ആക്കണം? ഈ വിഷയത്തിനകത്ത് ഒരുമിച്ചല്ലാത്ത തീരുമാനത്തിലല്ല എന്റെ കാര്യമല്ലാതെ പിന്നെ നിന്റെ കാര്യം നോക്കാൻ പറ്റുമോ? ഒരുമിച്ചുള്ള തീരുമാനങ്ങൾ രണ്ടുപേർക്കും കൂടെ നോക്കാം. എടോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. എടോ 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 മര്യാദക്ക് സംസാരിക്കേ കേട്ടോ. എനിക്ക് തന്റെ അത്ര തരം താഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണല്ലോ ഇതിപ്പോ വന്നത്. താൻ ഭയങ്കര മിടുക്കനാ. താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ്? ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത്. എനിക്കതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അത് തന്റെ പേര് പറയുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ താനുണ്ടായിരുന്നോ? എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല കുനിച്ചാണ് നിൽക്കുന്നത്. അറിയാവോ? നിങ്ങളുടെ നാടകം നിർത്താൻ. നിങ്ങൾ ഇത്രയും നേരം എന്താ സ്നേഹ നാടകം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ? കേട്ടല്ലോ, ഇതാണ് നേരത്തെ സ്ത്രീകളെ സ്നേഹിക്കുന്ന, അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് കൊടുക്കുന്ന, തന്നെയായിട്ട് എന്തെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് പോലും ഇരുന്ന സ്ത്രീയെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടം താൻ ഗർഭിണിയാക്കിയ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതിൻ്റെ വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അതിൻ്റെ മാന്യതയാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. ഓക്കെ, ബാക്കി കാണാം. ഞാൻ ഈ പരാതികളുടെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രധാനപ്പെട്ട പരാതി, അത് പരാതിയിൽ വന്നിട്ടില്ല, വാർത്തയായിരുന്നു. എനിക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആ കൺവെർസേഷൻ്റെ നിങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിന്റെ 5 മെസ്സേജുകൾ മുകളിലോട്ടും 5 മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? എന്താണോ? ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ്. ആ പുറത്തുവിട്ട് കഴിയുമ്പോൾ മനസ്സിലാകുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന അവരുടെ തന്നെ അലിഗേഷൻ ഇല്ലാതെയായി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ വിട്ടാൽ. അപ്പൊ എനിക്ക് പാലക്കാട്ട് ഒരു പ്രധാനപ്പെട്ട ബിൽഡർ ഡിസ്കൗണ്ട് റേറ്റിൽ ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് വന്നു. ഞാൻ ഇവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് തന്ന പ്രൈസാണ്, നിങ്ങൾ എന്നെ അറിയാമോ, നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കൂ, ഇതിന്റെ പ്രൈസ് ഒന്ന് അന്വേഷിക്കുമെന്ന് ചോദിച്ചു. അന്നേരം അവരോട് ഫ്ലാറ്റിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ അവരോട് ചോദിച്ചു 2 BHK മതിയോ? ഞാൻ പറഞ്ഞു പോരാ, 3 BHK വേണം. കാരണം എന്താ, ഞാൻ ലോൺ എടുത്ത് ഞാൻ എന്റെ പണം മുടക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ്, അവർ വാങ്ങി തരുന്ന ഫ്ലാറ്റ് അല്ല. ഇനിയും അടുത്ത മെസ്സേജ്, താഴോട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ പറയുന്നത്, ശരിയാ, നീ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളും ഒക്കെ ആയി ജീവിക്കുമ്പം 3 BHK വേണമല്ലോ എന്നുള്ളതാണ് അടുത്തത്. ആ മെസ്സേജും കൂടെ പുറത്തുവിട്ട് കഴിഞ്ഞുള്ള കുഴപ്പം, പിന്നെ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കില്ല, ഫ്ലാറ്റ് വാങ്ങണം എന്നുള്ള ആരോപണം നിലനിൽക്കില്ല. എൻ്റെ പൊന്നി, ഇവൻ ആരുടെ ഇതിന് മാസ്റ്റർ ക്ലാസ് എടുത്തു കൊടുത്തെന്നുള്ള എനിക്കൊരു പിടുത്തമില്ല. ഒരു 5 മെസ്സേജ് മുകളിലേക്കും ഒരു 5 മെസ്സേജ് താഴേക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു പെർസ്പെക്റ്റീവ് അല്ല നിങ്ങളിലേക്ക് തരുന്നത്. പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടം പാലക്കാടുള്ള ഒരു ഫ്ലാറ്റിനെ കുറിച്ച്, ആ ലേഡിയുടെ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, അവർക്ക് അയച്ചു കൊടുത്ത് നീ എനിക്ക് വേണ്ടി അവരോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആ ലേഡിയും അയാളും തമ്മിൽ, ആ ലേഡി അയാൾക്ക് എത്ര ഇമ്പോർട്ടൻറ്റ് ലേഡിയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്പർ 1. പിന്നെ ഇതിപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തു, എന്നിട്ട് അവർ സംസാരിച്ചു, ഒരു 3 BHK വേണമെന്ന് രാഹുൽ മാങ്കൂട്ടം പറയുമ്പോൾ ഒരു ബന്ധത്തിലിരിക്കുന്ന ആളുകൾ, ഓക്കെ, ഇനിയിപ്പോൾ അത് ഈ രാഹുൽ മാങ്കൂട്ടം ആ ലേഡിയും തമ്മിൽ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടം കല്യാണം കഴിച്ചില്ല, ആ രാഹുൽ മാങ്കൂട്ടം അപ്പുറത്ത് ഓപ്പോസിറ്റുള്ള ലേഡി കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ നിങ്ങൾ വെച്ചോ. എന്നാലും ഒരു ബന്ധത്തിലിരിക്കുമ്പോൾ 2 BHK പറ്റുമോ എന്നുള്ള ചോദ്യം ലേഡി ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഇല്ല 3 BHK മതി എന്ന് പറയുന്നു. കാഷ്വലായിട്ട് ചിലപ്പോൾ കളിയൊക്കെ പോകുന്നു. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യയും കുട്ടികളൊക്കെ ആകുമ്പോൾ കുറേ ആൾ വേണ്ടി വരും എന്നൊരു
കാഷ്വൽ ചോദ്യം ചോദിക്കാം, കളിയാക്കിയോ തമാശയ്ക്കോ ചോദിക്കാം. ഇതൊക്കെ അത്യാവശ്യം ബന്ധത്തിലിരിക്കുന്ന ആളുകൾക്ക് തമ്മിൽ മെസ്സേജ് അയക്കുമ്പോൾ ഉള്ള ടോക്സ് ആയിട്ട് ആ രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഐറ്റങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടീമിനോ ഇതിങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ആളുകളിലേക്ക് ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? എന്തായാലും ചാറ്റ് വിട്ടാൽ ഇനിയിപ്പോൾ ബാക്കി പറയാമല്ല. ചാറ്റ് വിടാതെ ഇനിയിപ്പോൾ ഇതിൽ പറയണ്ട. എനിക്ക് തോന്നിയത് ഇതാണിതിൽ. ഒരു ബന്ധവും ഇല്ലാത്ത പാലക്കാടുള്ള MLA ആ ലേഡിക്ക് ഇത് അയച്ചു കൊടുത്ത് അവളെ കൊണ്ട് വിളിപ്പിച്ച്, എന്നിട്ട് അവൾ വിളിച്ചതിന് ശേഷം ഇവന് മെസ്സേജ് അയച്ച്. അല്ല, എങ്ങനെയാണ് അതങ്ങോട്ട് ഇല്ലാതാവുക? വിവാഹ വാഗ്ദാനം ഇല്ലാതാവുന്നത് എങ്ങനെയാണ്? നീ കല്യാണം കഴിച്ച് നീ നാളെ ഭാര്യയും കുട്ടികളൊപ്പം താമസിക്കേണ്ട ആളല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് മുകളിൽ എങ്ങനെ വിവാഹ വാഗ്ദാനം ഇല്ലാതാവുന്നത്? അവരുദ്ദേശിച്ചത് അവരെയാണെങ്കിലോ അല്ലെങ്കിൽ കളിയാക്കിയിട്ടാണെങ്കിലോ? ഇത് ഏത് രീതിയിലും എടുക്കാമല്ലോ. അതുകൊണ്ട് മാത്രം വിവാഹ വാഗ്ദാനം ഇല്ലാതാവും എന്നൊക്കെ ആളുകളോട് ഇങ്ങനെ പറയാം. ഇനി മൂന്നാമത്തെ പരാതിക്കാരി, എനിക്ക് പണം ഞാൻ ആവശ്യപ്പെട്ടു, ഞാൻ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഷൂ വാങ്ങാൻ പറഞ്ഞു, സൺസ്ക്രീൻ, ലോഷൻ, അത് പരാതിക്കാരി ആയതുകൊണ്ട് ഞാൻ അങ്ങേ കാണിക്കുന്ന പോലെ നിയമപരമായി ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് കാണിക്കാത്ത, ആ ചാറ്റ് മാത്രം കാണിക്കാത്ത. സാമ്പത്തിക ദോഷം നടത്തി പറയട്ടെ, ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു. ചെരുപ്പിന്റെ കാര്യം സത്യത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ്. അവരെനിക്കൊരു ചെരുപ്പിന്റെ ലിങ്ക് അയച്ചു തരുന്നു, ഇത് നിനക്ക് നന്നായി ചേരും എന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു ഏതാണ്? അപ്പോൾ പറഞ്ഞു ബർക്കിൻ സ്റ്റോക്ക് ആണ്. അപ്പം എന്നിട്ട് എന്നോട് അവർ തന്നെ പറയുകയാണ് അത് അവിടെ അവൈലബിൾ അല്ല. ആ സംഭാഷണം അവിടെ സൗഹാർദ്ദപരമായിട്ട് അവസാനിച്ചു. ഞാൻ അവരോട് പിന്നൊരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു, നീ എന്ന് അയച്ചു തന്ന ആ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. അവരാ ലിങ്ക് അയച്ചു തന്നു. ഞാൻ ആ ചെരുപ്പ് വാങ്ങുകയും ചെയ്തു. എന്തൊരു ആരോപണമാണ് ഉന്നയിച്ചത്! അതും ഈ യാഥാർത്ഥ്യമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇതിൽ ബർക്കിൻ സ്റ്റോക്കിനെ കുറിച്ച് മാത്രമാണ് അറിയുന്നത്. ഇന്നലെ ലക്ഷ്മി പത്മ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്ന കുറേ സ്ക്രീൻഷോട്ടുകളിൽ ഈ ബർക്കിൻ സ്റ്റോക്കിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടു. അതെനിക്കൊരു കുറച്ചൊരു ഇങ്ങനെ ഒരു സംശയമായിട്ട് തോന്നി. കാരണം ബർക്കിൻ സ്റ്റോക്ക് ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ് അതിലുള്ളത്. ബർക്കിൻ സ്റ്റോക്കിൻ്റെ സൈറ്റിൽ നിന്ന് അവർ രാഹുലിന് വേണ്ടിയിട്ട് ഈ സംഗതി ഓർഡർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടില്ല. ഇഫ് ഐ എം നോട്ട് റോങ്, അങ്ങനത്തെ സാധനം ഞാൻ കണ്ടിട്ടില്ല. 10-20 സ്ക്രീൻഷോട്ട്സ് ഉണ്ടായിരുന്നു. അല്ലാതെ മാമായത്തുനിന്നും ഇവിടുന്നുമായിട്ട് കുറേ ബാത്ത് ഐറ്റംസ് അല്ലെങ്കിൽ ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ ലേഡി ഓർഡർ ചെയ്തതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, പക്ഷേ അതെന്താ പറയുക, അത് ശരിക്ക് ലക്ഷ്മി പത്മ ഇട്ട സമയത്ത് ഈ കോടതി എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് ജാമ്യം കൊടുത്ത സമയത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഹരാസ്മെൻ്റ് അനുഭവിപ്പിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും എന്തിനാണ് ഇതേപോലുള്ള ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചതായിട്ട് എൻ്റെ അറിവിലുണ്ട്. അന്നത്തെ ന്യൂസിൽ ഞാൻ കേട്ടതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിനെ സോളിഡായിട്ടുള്ളൊരു തെളിവ് പോലെ നിങ്ങളത് പൊതുജനത്തിന് മുന്നിൽ ഇട്ട പോലെ എനിക്കൊരു തോന്നൽ വന്നു. കാരണം ഇതൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായില്ലേ? ഒരു സ്ത്രീ ഒരു പുരുഷനെ വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് ആ പുരുഷൻ പറയുന്ന മാനിപ്പുലേഷനിൽ വീണ് പോകുന്ന ഒരു സ്ത്രീ, എനിക്ക് കുറേ കേസുകൾ ഇങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അവർ എത്ര അടി കിട്ടിയാലും എത്ര പുരുഷൻ ആ സ്ത്രീയെ ചതിച്ചാലും അവർ ശരിക്ക് ആ ചതിയിൽ നിന്ന് ചതിക്കപ്പെടുകയാണ് എന്നറിഞ്ഞാൽ പോലും ആ പുരുഷനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്ത്രീകളും അങ്ങനത്തെ റിലേഷൻസൊക്കെ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഓക്കെ, അത് മുതലെടുക്കുന്ന ആണുമുണ്ട് പെണ്ണുമുണ്ട്. പക്ഷേ ആണുങ്ങളുടെ എണ്ണമാണ് കൂടുതൽ, അൺഫോർച്ചുനേറ്റ്ലി. അപ്പം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തതാവാലോ. അവർക്ക് ഇവരെ വിട്ട് പോകരുത് എന്നുള്ളൊരു രീതിക്ക്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെന്താ, ഈ രാഹുൽ മാങ്കൂട്ടം അവരോട് മാത്രമേ ഇങ്ങനെയുള്ളൂ, വേറെ ആരോടും. ഇത് 10 ആളോട് 10 തരത്തിൽ ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരുത്തനാന്നുള്ളത് അവർക്ക് അറിയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്തത്, ആ രീതിയിൽ സാധനങ്ങൾ മേടിച്ചു കൊടുത്തതും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തതും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. രണ്ടാമത്തെ കേസ് പ്രധാനപ്പെട്ടായിട്ട് നിങ്ങൾ ഏറ്റവും ഞാൻ ആ പരാതിക്കാരിയുടെ ഒരു ദുസ്സൂചനയും ഒന്നും പറയുന്നില്ല. ഞാൻ ആ കുട്ടി ഒരു അക്ഷരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് പ്രധാനപ്പെട്ട പരാതി എന്തായിരുന്നു? അത് ആദ്യമായി പരാതി ഉന്നയിക്കുന്നത് നിങ്ങളടക്കമുള്ള മാധ്യമ പ്ലാറ്റ്ഫോമുകളിലാണ്. ആ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ആദ്യം പരാതി പറഞ്ഞത് ഒരു ഹോട്ടലിലേക്ക് ഞാനും ഫെന്നിയും ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു ക്രൂരമായി എന്നുള്ളതായിരുന്നു ആദ്യ പരാതി. അത് KPCC പ്രസിഡന്റ് അയക്കുമ്പോഴത്തേക്കിന് ഹോട്ടൽ എന്നുള്ളത് മാറി ഹോം സ്റ്റേ ആയി മാറും. അപ്പൊ താങ്കൾ ചോദിക്കും അതൊക്കെ ഇങ്ങനെ സാങ്കേതികത്വത്തിൽ പിടിക്കണമെന്ന്. അതിനകത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടറിയോ? ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ന ഹോട്ടലിന് പേര് പറയണം, ഇന്ന ഹോട്ടലിന് പേര് പറയണം. അപ്പം കേസ് അവിടെ തീർന്നു.
ആ ഹോട്ടലിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അവിടെ കേസ് കഴിച്ചല്ലോ, അവസാനിച്ചല്ലോ. അവിടെ പോയിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ കേസ് നിലനിൽപ്പില്ലല്ലോ. ഇപ്പൊ ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ ഹോം സ്റ്റേക്ക് പേരില്ല, ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ല, പ്ലേസ് ഓഫ് ഒക്കറൻസ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയാം, എന്താണ് പരാതി? ഞാനും ഫെന്നിയും അവരെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഈ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണല്ലോ പരാതി. തർക്കമില്ലല്ലോ. പീഡനവും തട്ടിക്കൊണ്ടുപോക്കും എല്ലാം നിങ്ങൾ വിട്ടേക്ക്. ഞാനും ഫെന്നിയും അവരും ഒരുമിച്ച് ഒരു കാർ യാത്രയെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് ഒന്ന് തെളിയിക്കാം. അത് പോലീസ് ചെയ്യുന്നുണ്ടല്ലോ. ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടില്ല. ഫെന്നിയെ വിട്ടേക്കൂ. ഞാനും അവരും കൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ തെളിയിക്കാം. ഒരു ഹോം സ്റ്റേയിൽ ഉണ്ടായിട്ടുണ്ടോ? ഹോം സ്റ്റേയിൽ ഒരുമിച്ച് യാത്ര ചെയ്താലേ ഈ ഹോം സ്റ്റേയിൽ എത്തുള്ളൂ. അല്ലെങ്കിൽ രണ്ടായിട്ട് ഒരു ഹോം സ്റ്റേയിൽ എത്തണ്ടേ? ഞങ്ങൾ എത്തിയിട്ടില്ല, ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. പിന്നെ എവിടെയായിരുന്നു സംഭവം? ആരോപിക്കപ്പെട്ട സംഭവത്തിന്റെ അതിൽ മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞില്ലേ? പിന്നെ ഞാൻ എങ്ങനെ അതിന് പറയുന്നത്? അപ്പോൾ രണ്ടാമത്തെ കേസിലായിരുന്നു എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കേസ് ഈ ചങ്ങായി പറഞ്ഞതെന്ന് ഒരു കാര്യം മനസ്സിലായി, അങ്ങനത്തെ ഒരു ലേഡി ഉണ്ടെന്നും ആ കേസിൻ്റെ എന്തൊക്കെയോ വാലും തുമ്പുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഹോട്ടൽ ഹോം സ്റ്റേ വെച്ചിട്ട് ഈ സാധനം എന്തായാലും പിടിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു വക്കീലിൻ്റെ കൂർമ്മ ബുദ്ധിയിൽ മീഡിയാസിന് കൊടുത്തപ്പോൾ മീഡിയ അത് ഔട്ട് ചെയ്തപ്പോൾ, മീഡിയ ഔട്ട് ചെയ്തത് ഹോട്ടലിൽ നിന്നായിരിക്കും, പക്ഷെ ആ ലേഡി ചിലപ്പോൾ പറയുന്നത് ഹോം സ്റ്റേ തന്നെ ആയിരിക്കണം. പരാതിയായി ചെന്നപ്പോൾ അത് ഹോം സ്റ്റേ ആയി. ഓക്കെ, പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ. പക്ഷെ എനിക്ക് ഇതിലൊരു സംശയം ഉണ്ടായിരുന്നു, അത് മാറി കിട്ടി. ആദ്യത്തെ കേസ് സോളിഡാണ്, മൂന്നാമത്തെ കേസും സോളിഡ് കേസാണ്. രണ്ടാമത്തെ കേസിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡൗട്ട്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്. അതിലങ്ങോട്ട് ധാരണയായി. ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങളങ്ങനെ ഹോം സ്റ്റേ ചെന്നിട്ടില്ല, ഞങ്ങൾ കാറിൽ യാത്ര ചെയ്തില്ല. പക്ഷെ അങ്ങനെ ഒരാളുണ്ട്, ആ വ്യക്തിയായിട്ട് റിലേഷനും ഉണ്ട്. അത് നോട്ട് ദ പോയിന്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് രാഹുലിനെതിരെ തുടക്കത്തിൽ വളരെ അഡമന്റായ സ്റ്റാൻഡ് എടുത്ത് രാഷ്ട്രീയ നേതാവിന് വി ഡി സതീശൻ എന്നുള്ളതാണ്. ബാക്കി ഏത് നേതാവ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അഡമന്റായ സ്റ്റാൻഡ് വി ഡി സതീശൻ എടുത്തത്. വി ഡിക്ക് ഒരു അത്തരത്തിലൊരു കൺവിക്ഷനും ബോധ്യം ഇല്ലാതെ രാഹുലിനെ അങ്ങനെ തള്ളി പറയൂ. ആദ്യഘട്ടത്തിൽ ഏറ്റവും അധികം ആക്രമിച്ചതും അദ്ദേഹത്തെ തന്നെയാണ്. നിങ്ങൾ ആദ്യം കൊടുത്ത വാർത്ത എങ്ങനെയായിരുന്നില്ല. കേരളത്തിൽ എന്റെ വിഷയം ഉണ്ടായതിനു ശേഷം ആദ്യമായി ഒരു മാർച്ച് നടക്കുന്നത് ശ്രീ വി ഡി സതീശന്റെ ഓഫീസിലേക്കാണ്. വി ഡി സതീശൻ എന്നെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ മാർച്ച്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഏറ്റവും കടുത്ത നിലപാടെടുക്കുന്ന അദ്ദേഹമാണെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുവാനും അദ്ദേഹത്തോട് എന്റെ ഭാഗം കൂടി പറയണോ, എന്റെ ഭാഗം പറയുവാനും ഞാൻ തയ്യാറാണ്. ഇതുവരെ അങ്ങനെ സംസാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ സംസാരിക്കാൻ അത് ഞാനാണല്ലോ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാനാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അതുണ്ടായിട്ടില്ല. അതായത് വി ഡി സതീശൻ ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ രക്ഷപ്പെട്ടു എന്ന് പറയണം. അയാൾ അങ്ങനെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കഴിച്ചിലായി എൻ്റെ കേസിൽ. പിന്നെ വി ഡി സതീശനോട് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സംസാരിക്കാൻ ഗ്യാപ്പില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്തൊരു വ്യക്തിയൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത്. പ്ലീസ് മലയാളികളോട് അങ്ങനെ പറയരുത്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വന്തം അച്ഛനോട് പറയുന്നതിന് മുമ്പ് കോൺഗ്രസിനെ ഇത്രയും സ്നേഹിക്കുന്ന രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ഓപ്പോസിറ്റ് ലീഡറായിട്ട് കേരളത്തിലുള്ള വി ഡി സതീശനോട് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കാൻ പോയില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് താൻ കള്ളനാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, സ്വന്തം വീട്ടിലെ അച്ഛനെയും അമ്മേനെയും അടക്കം പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ തൻ്റെ ഭാഗത്തുള്ള തെറ്റ് ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് താൻ ഇത്രയും സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ലീഡറോടല്ലേ താൻ ഇത് പറയണ്ടേ? അതെന്താ താൻ ഇത്രയും കാലം പറയാഞ്ഞേ? ഈ ആവശ്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടമായത് ഞാൻ വേണമെങ്കിൽ വി ഡി സതീശനോട് പറയാം എന്നുള്ള ലൈനാണോ? വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി, ആ നേതാവിന് കൃത്യമായിട്ട് അറിയാം എന്താണ് രാഹുൽ മാങ്കൂട്ടം ഇത്രകാലം ചെയ്തു കൂട്ടിയത് എന്നുള്ളത്. അതിൻ്റെ കൃത്യമായ ബോധ്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം ഇനീഷ്യൽ സ്റ്റേജ് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശൻ എടുത്തത്. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടും എത്രയോ പ്രഷർ ചെന്നിട്ടും പ്രതിപക്ഷ നേതാവ് ഇന്നേ വരെ ആ പ്രഷറിൽ വീണതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താണെങ്കിലും ഇത് ഭയങ്കരമായിപ്പോടെ. ഇത് കോൺഗ്രസ്സിൽ വി ഡി സതീശൻ്റെ അടുത്ത് പറയാൻ എനിക്ക് പറ്റിയില്ല, സമയം കിട്ടിയില്ല. ഇനി വേണമെങ്കിൽ ഞാൻ പറയാം. അയ്യോ, ലാസ്റ്റത്തെ ഒരു ക്ലിപ്പ് കൂടി കാണാം. രാഹുൽ ഇനി പാലക്കാട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു? താങ്കൾ കോൺഗ്രസിലുള്ള ആളല്ലേ ഇപ്പോൾ നിലവിൽ? കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും. പക്ഷെ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. BGM ഒക്കെ ഇട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടീമിന് ആ സാധനം കണ്ട് ആഘോഷിക്കുക. കാരണം കോൺഗ്രസിനോട് ഇത്രത്തോളം സ്നേഹമുള്ള
മനുഷ്യൻ, വേറെ നിങ്ങൾ കാണുന്ന ഒരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വേറെ. എന്തോന്നറിയത് സംഗതി. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾ ഭയങ്കര പ്രിപ്പയർഡാണ്. അത്യാവശ്യം കാര്യങ്ങൾ എങ്ങനെ രീതിയിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ 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 പക്കയായിട്ട് ഈ വ്യക്തിയെ പറഞ്ഞ് പഠിപ്പിച്ച് ഇയാൾ സ്വയം പഠിച്ചാണ് വന്നിട്ടുള്ളത്. മെയിൻ ഫോക്കസ് തനിക്കെതിരെ വന്ന കോടതിയിൽ നിൽക്കുന്ന ആരോപണങ്ങളെ ഒരു പരിധി വരെ, എന്നാൽ പുറത്ത് കോടതിയിൽ പോവാതെ പത്രമാധ്യമങ്ങളിൽ വന്ന ബാക്കി സ്ത്രീകളുടെ ആരോപണങ്ങളെ കംപ്ലീറ്റ്ലി അതിൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കുന്ന രീതിയിൽ ഇപ്പം തേങ്ങ അറിഞ്ഞുടയ്ക്കുന്ന പോലെ ഇപ്പം ഞാൻ സ്ക്രീൻഷോട്ട് പുറത്തു വിടും, ഇപ്പം ഞാൻ ചാറ്റ് പുറത്തു വിടും എന്ന് പറഞ്ഞിട്ടുള്ള ആ പാറ്റേൺ. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ സിമ്പതി, അമ്മ എലമെൻറ്റ്, പാസം എലമെൻറ്റ്, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന എലമെൻ്റൊക്കെ ഇട്ട് പിന്നെ ഇടയ്ക്ക് ഹാഷ്മിയോട് നിങ്ങൾ എന്നെ പറയാൻ വിടുമോ, എന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇത് സെയിം സാധനം നമ്മൾ ദിലീപിൻ്റെ ഒക്കെ പഴയ ഇൻ്റർവ്യൂവിലൊക്കെ, ദിലീപ് ഈവൻ ആഫ്റ്റർ ദിസ് വേർഡിക്റ്റ് അടക്കം പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളല്ലേ സംസാരിച്ചു, ഞാൻ സംസാരിക്കട്ടെ എന്നുള്ളൊരു സംഗതി ഏറെക്കുറെ അതിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്തൊരു രീതി പോലെ എനിക്ക് പേഴ്സണലി ഇത് ഫീലായി. സോ ഹൂ കേസിൽ നിന്ന് ഇപ്പോൾ ഈ വന്ന് ഹാഷ്മിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു അവസ്ഥ വരെ എത്താൻ കാരണം സ്വയം ചെയ്തു വെച്ച കാര്യങ്ങളാണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കുക. അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ സംഗതികൾ ഇതിനകത്തുണ്ട്. അത് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. കാരണം ഇത്രയും യങ് ഡാഷിങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഇത്രയും യങ് ഏജിൽ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ എതിർ പാർട്ടിക്കാർ അടിച്ചു താത്താൻ നോക്കുമെന്ന് ചോദിച്ചാൽ ചെയ്യും. പക്ഷെ അതിനുള്ള നൂലും അതിനുള്ള ഹാമറും ഇട്ട് കൊടുത്തത് നിങ്ങളാണ്. അവർ നിങ്ങളെ കയ്യും കാലും കെട്ടി തലക്കടിച്ച്. അത് ഇട്ട് കൊടുത്ത താങ്കൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല താങ്കൾ ചെയ്ത പ്രവർത്തികൾ, താങ്കളിൽ നിന്ന് ഈ അനുഭവമുള്ളവരുടെ മാനസികാവസ്ഥയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അത് ഭയങ്കര പാടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി അതൊന്നും മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ താൻ ചെയ്തു വെച്ച പ്രവർത്തികളിൽ ഒരു ഓഡിറ്റും ചെയ്യാതെ ഇതേപോലെ ഇനിയും PR വർക്കുകൾ കൊണ്ട് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഇൻ്റർവ്യൂസിൽ വന്നിരുന്നിട്ട് സ്വന്തം സ്ക്രിപ്റ്റ് വെളുപ്പിക്കാനുള്ള സ്ക്രിപ്റ്റ് അഴിച്ചു വിടാമെന്നൊക്കെ വിചാരിച്ചാലും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരും. കാരണം അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടേ. അതിൽ കൂടി രക്ഷപ്പെടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇനിയും ഇൻ്റർവ്യൂസ് ചിലപ്പോൾ വരുമായിരിക്കും അല്ലേ രാഹുലിൻ്റെ. ലെറ്റ്സ് സീ.